ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ്തക്കൻ. അപ്പോൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നിങ്ങളൊക്കെ എന്താണാവോ എന്ന് കരുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇതറിയായിരിക്കും. അപ്പോൾ കുറച്ച് ചെമ്പരത്തി പൂവ് കൊണ്ട് ഞാൻ നല്ലൊരു അടിപൊളി ഒരു സ്ക്വാഷ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. നമ്മുടെ റംസാൻ 30-ലും നല്ലപോലെ നമുക്ക് ദാഹം തീരെ വെള്ളമൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു മായങ്ങളും കളറൊന്നും ചേർക്കാത്ത നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ റെഡിയാക്കുന്ന പോലെ നിങ്ങളും ഇതേപോലെ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് റംസാൻ 30-ലും ഇതുപോലെ നമുക്ക് നല്ല അടിപൊളി വെള്ളമൊക്കെ കുടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ചെമ്പരത്തി പൂവൊക്കെ എടുത്തിട്ടുണ്ട്. എണ്ണ ഒന്നും പറയുന്നില്ല കേട്ടോ, കുറച്ചധികം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇതളുകളൊക്കെ ഒന്ന് വേർവിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതളുകളൊക്കെ ഒന്ന് നല്ലപോലെ അതിൽ എന്തെങ്കിലുമൊക്കെ പ്രാണികളൊക്കെ ഉണ്ടാകുന്നൊക്കെ നോക്കണം. നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂ തന്നെ ഒന്ന് പറിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ അടുത്ത വീട്ടുകളിലൊക്കെ എന്തായാലും ഇത് ഉണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ നിന്നൊക്കെ പോയി കുറച്ച് പറിച്ചെടുത്താൽ മതി. എന്നിട്ട് അത് നല്ലപോലെ 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് കഴുകി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നിടത്ത് ബോർവെൽ വെള്ളമാണ്. ഞാൻ ആ വെള്ളമല്ല ഉപയോഗിച്ച് കഴുകുന്നത്, കിണർ വെള്ളം തന്നെയാണ് കേട്ടോ ഉപയോഗിച്ച് കഴുകുന്നത്. ഞങ്ങൾ കുടിക്കാൻ എടുക്കുന്ന അതേ വെള്ളം തന്നെ ഉപയോഗിച്ച് കഴുകുകയാണ്. എന്നിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് നല്ലോണം തിളച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതളങ്ങട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പൂവാണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഗൂഗിളിലോ യൂട്യൂബിലോ ഏതിലെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാലും ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും അറിയാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഒന്നൊന്നായിട്ട് പറയണമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഐറ്റംസാണ് കേട്ടോ ഈ പൂവ്. എന്നിട്ട് ഞാനതൊന്ന് തണുക്കാൻ വേണ്ടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 2 ചെറുനാരങ്ങൻ്റെ നീരും പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ചെമ്പരത്തിപ്പൂ തിളച്ച വെള്ളത്തിൽ ഞാൻ കുറച്ച് ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആവശ്യമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ട് ആ വെള്ളം നല്ലപോലെ തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ 2 ചെറുനാരങ്ങയുടെ നീര് ഞാൻ ഒന്ന് അരിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കുരുവൊന്നും അതിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഞാനിത് ഇതേപോലെ നല്ലൊരു ഗ്ലാസിൻ്റെ ഒരു ജഗ്ഗിൽ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊക്കെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെങ്കിൽ നല്ലൊരു ഗ്ലാസ് ബോട്ടിലൊക്കെ ആക്കി സൂക്ഷിക്കാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കലക്കി കുടിക്കുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യം കുറേശ്ശെ ഈ റെഡിയാക്കി വെച്ച നമ്മുടെ ചെമ്പരത്തി ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം പിന്നെ ഇതിൽ എക്സ്ട്രാ പുളിയൊന്നും നമുക്ക് ചേർക്കണ്ട കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള മധുരം ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് പഞ്ചസാര ഇതിൽ ഇട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ തിളയ്ക്കുന്ന വെള്ളത്തിൽ പഞ്ചസാര ഇട്ടിട്ടും തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചിലർക്ക് മധുരം കമ്മി കൂടുതൽ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇടാതെയാണ് കേട്ടോ ഞാൻ കലക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് ഐസ് വാട്ടറാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വെള്ളം അതാണ് വെച്ചാൽ ഒഴിച്ച് കൊടുക്കുക. ഐസ് ക്യൂബ് വേണമെങ്കിൽ അതിടാം. അപ്പോൾ ഞാൻ കുറച്ച് കസുകസ് നേരത്തെ വെള്ളത്തിലൊക്കെ കുതിർത്താനിട്ടിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിന് പകരം ചിയാ സീസ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഒന്ന് തടി കുറയാനുള്ളവരൊക്കെ ആണെങ്കിൽ ചിയാ സീസൊക്കെ ഇട്ട് കുടിക്കാം കേട്ടോ. നല്ല അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ ഞാനിതിൽ കുറച്ച് കസുകസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പുളിയെല്ലാം കറക്റ്റായിരുന്നു, മധുരം എല്ലാം കറക്റ്റാണ്. അപ്പോൾ മധുരമൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ഇടാം. ഇപ്പോൾ നമുക്ക് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് തേൻ വേണമെങ്കിൽ ചേർത്തിട്ട് അങ്ങനെയും കുടിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് 2 ജഗ്ഗിൽ നിറയെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 കുപ്പിൻ്റെ ജഗ്ഗ് നിറയെ എനിക്ക് ഈ വെള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. നിസ്സാരം നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ ഉണ്ടാകുന്ന കുറച്ച് ചെമ്പരത്തിപ്പൂ കൊണ്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നോമ്പിനൊക്കെ നമുക്ക് വെറും വെയിറ്റിൽ നാരങ്ങ വെള്ളം കുടിക്കുന്നത് അത്ര ശരിയല്ലല്ലോ നോമ്പ് തുറന്ന ഉടനെ. പക്ഷെ ഇങ്ങനെയാകുമ്പോൾ അത് കുഴപ്പമില്ല കേട്ടോ. അതിൽ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ എല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് കുടിക്കാൻ. ഇനിയിപ്പോൾ തടി കുറയണം എന്നുള്ളവരാണെങ്കിൽ കുറച്ച് ചിയാ സീസൊക്കെ ഇതുപോലെ നേരത്തെ കുതിർത്താനിട്ടിട്ട് അതിട്ട് കുടിച്ചാലും മതി കേട്ടോ. മാത്രമല്ല ഇത് നല്ലപോലെ കളർ വയ്ക്കാനും നല്ലപോലെ ചുണ്ടൊക്കെ ചുവന്ന് തുടുക്കാനും അങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു ഡോക്ടറിൻ്റെ വീഡിയോയിൽ ഞാൻ കണ്ടതാണ്. ഗർഭിണികൾ ഇത് കുടിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ഓവർ ബ്ലീഡിങ് ഉള്ളവർ അങ്ങനെയുള്ളവരും ഇത് കുടിക്കാനൊന്നും പാടില്ല കേട്ടോ. പിന്നെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾ അങ്ങനെയുള്ളവർക്കൊന്നും കുടിക്കാൻ പാടില്ല. കാരണം ഇത് പെട്ടെന്ന് നല്ലപോലെ ബ്ലഡ് വെക്കുന്ന ഒരു ഐറ്റംസൊക്കെയാണെന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ കൊച്ചു കുട്ടികൾക്കും ഓവറായിട്ട് കൊടുക്കാനൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളും ഇത് ഞാൻ പറഞ്ഞത് മാത്രമല്ല നല്ലൊരു ഡോക്ടറിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക തന്നെ വേണം. അപ്പോൾ എനിക്ക് കിട്ടിയ അറിവ്, ഞാൻ കണ്ട ഒരു അറിവ് ഇതിലേക്ക് പകർത്തി എന്ന് മാത്രമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് 2 ബോട്ടിൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ. അപ്പോൾ ഇതിന് 2 ജഗ്ഗും പിന്നെ ഒരു 1/2 കപ്പോളം വേറെയും കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് രണ്ടും ഞാൻ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്, ഒരു ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ കുട്ടികൾ കുടിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ തടിയൊക്കെ കുറയണമെന്നുള്ളവരാണെങ്കിൽ ചിയാ സീസ് ഉണ്ടല്ലോ, അത് കുതിർത്തിയിട്ട് അത് ഇതിലിട്ട് കുടിച്ചാലും മതി. ഷുഗറൊന്നും അധികം ആഡ് ചെയ്യേണ്ട, അതിന് പകരം കുറച്ച് തേൻ ചേർത്ത് കൊടുത്താൽ മതി.
എൻ്റെ കൂട്ടുകാരപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണിക്കണം. അതില്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് എന്ന് എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.